നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലിനജലത്തെ ഫലപ്രദമായി സംസ്കരിക്കാൻ തൃത്താല മണ്ഡലത്തിൽ സോക്ക് പിറ്റ് സംവിധാനമൊരുക്കി. മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ വൃത്തിയായി നിലനിർത്തുന്ന ശുചിത്വ സൈന്യമാണ് ഹരിതകർമ്മസേന എന്നത്. ഈ കഴിഞ്ഞൊരു കൊല്ലം 2024-25 ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിൻ്റെ അളവ് നമ്മളെ അത്ഭുതപ്പെടുത്തും. കേരളത്തിൽ നിന്നാകെ 1,52,000 ടണ്ണാണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര 1000 കിലോ ആണ്. അപ്പോൾ 1,52,000 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 15 കോടി കിലോ മാലിന്യം ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമായിട്ട് ശേഖരിച്ചു. ഇത് ഇല്ലായിരുന്നെങ്കിലത്തെ സ്ഥിതിയോ? ഇത് മുഴുവൻ എവിടെ വരും? റോട്ടില്, തോട്ടില്, പാടത്ത്, പറമ്പില്, കായലില് അല്ലേ വലിച്ചെറിയും. കണ്ണിച്ചോരയില്ലാതെ വലിച്ചെറിയ ആൾക്കാര്. മീഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ, വി വി ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, ടി സുഹറ, വിജേഷ് കുട്ടൻ, പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ, നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ചന്ദ്രദാസൻ, തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം അമ്പിളി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ തുടർച്ചയായി തൃത്താല മണ്ഡലത്തിലെ പൊതുസ്ഥലങ്ങളിൽ അജൈവ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിക്കുന്ന ബിന്നുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി തിരഞ്ഞെടുത്ത 75 കേന്ദ്രങ്ങളിലാണ് ബിന്നുകൾ സ്ഥാപിക്കുന്നത്. പട്ടാമ്പിയിൽ നിർമ്മാണം പൂർത്തിയായ EMS സ്മാരക പാർക്ക് തിങ്കളാഴ്ച തുറന്നുകൊടുക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പി ഭാരതപ്പുഴ തീരത്ത് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായ EMS പാർക്കാണ് നാളെ തുറന്നു കൊടുക്കുന്നത്. വൈകുന്നേരം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. MLA ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് പാർക്കിന്റെ നിർമ്മാണം നടക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷം രൂപയും 2ാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപയുമാണ് പാർക്കിന്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവും ആദ്യ മുഖ്യമന്ത്രിയും പട്ടാമ്പിയിൽ 4 തവണ MLAയുമായ EMSന്റെ സ്മാരകം കൂടിയായാണ് ഈ പാർക്ക് തുറന്നു കൊടുക്കുന്നത്. പട്ടാമ്പിക്കാർക്കും പുറത്തുള്ളവർക്കും വൈകുന്നേരങ്ങളിലും മറ്റും ഒഴിവുവേളകളിൽ വന്നിരിക്കുവാൻ ഉതകുന്ന തരത്തിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ ടൂറിസം സാധ്യതയുള്ള ഇടമാക്കി വിഭവങ്ങളും മറ്റും ലഭ്യമാക്കുന്ന തരത്തിൽ പാർക്കിനെ വികസിപ്പിക്കുവാനും ലക്ഷ്യമുണ്ട്. കുടുംബശ്രീയുടെയും ആദിവാസി വിഭവങ്ങളും അടങ്ങുന്ന മേളകൾ പാർക്കിൽ സംഘടിപ്പിക്കുവാനും ഉദ്ദേശമുണ്ട്. പാർക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഹമ്മദ് മുഹസിൻ MLA വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഹമ്മദ് മുഹസിൻ MLAയും നഗരസഭാ ഭരണസമിതി ഭാരവാഹികളും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററാണ് ഇവിടെ എത്തുന്നത്. നഗരസഭാ പരിധിയിൽ നമുക്കറിയാം, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പദ്ധതി അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കുന്നത്. അതോടൊപ്പം മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതപ്പുഴയുടെ സൈഡിലായിട്ടുള്ള പാർക്ക് MLA ഫണ്ട് അനുവദിച്ചുകൊണ്ട് 1,40 ലക്ഷം രൂപ അനുവദിച്ച പാർക്കിൻ്റെ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ നിർവഹിക്കുകയാണ്. 11-ാം തീയതി 4 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം. ഈ 2 പരിപാടിയും നമ്മുടെ പാർക്കിൽ വെച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് വിനീതമായിട്ട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതാണ് പ്രധാനമായും ഇന്ന് വിളിച്ചതിൻ്റെ കാരണം. ഈ അമൃത് പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹാരം കാണാൻ അതിന് കഴിയും എന്നതിൽ സംശയമില്ല. മാത്രമല്ല, പട്ടാമ്പി നഗരസഭ സ്ഥലം ലഭ്യമാക്കി നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സ്ഥലമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്.
ഫാത്തിമ വൈഫ് ഓഫ് മുഹമ്മദ് മുണ്ടത്ത് ഹൗസ് കിഴായൂര്, അതുപോലെ തന്നെ റഷിയ വൈഫ് ഓഫ് അബ്ദുൽ ഖാദർ കളത്തിൽ ഹൗസ്. ഇവര് രണ്ടുപേരുമാണ് ഇതിനുള്ള സ്ഥലം സൗജന്യമായി വിട്ടുതന്നത് എന്ന്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തീർക്കുന്നതാണെന്നും ഇവർ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ സമ്പൂർണ്ണ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കുന്ന അമൃത 2 കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി റോഷി അഗസ്ത്യൻ നിർവഹിക്കുമെന്നും MLA സൂചിപ്പിച്ചു. MLA EMS പാർക്ക് എന്ന പേര് നാമകരണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ചിരകാല സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല, ജനങ്ങളുടെ ആവശ്യമായിരുന്ന ഒരു കുടിവെള്ള പദ്ധതി അതിനുകൂടി തുടക്കം കുറിക്കുകയാണ്. ഈ കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും ദിവസേന എന്നോണം വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും ഗുണപ്രദമായ ഒരു പരിപാടിയാണ് ഈ കുടിവെള്ള പദ്ധതി. അതുകൊണ്ട് തന്നെ അതും പൂർത്തീകരിക്കുന്നതോടുകൂടി ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് നേടിയെടുക്കാൻ സാധിക്കുകയാണ്. വളരെയധികം പട്ടാമ്പി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണവും സംസ്കൃത ദിനാഘോഷവും സംഘടിപ്പിച്ചു. മുതുതല കാരക്കുത്ത് VVA UP സ്കൂളിൽ വെച്ചായിരുന്നു ദിനാഘോഷം നടത്തിയത്. പട്ടാമ്പി ഉപജില്ല സംസ്കൃതം അക്കാദമിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് രാമായണ മാസാചരണവും സംസ്കൃതം ദിനാഘോഷവും സംഘടിപ്പിച്ചത്. കാരക്കുത്ത് VVA UP സ്കൂളിൽ നടന്ന ദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ രാമായണവും സംസ്കൃതവും എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം K സൈനുൽ ആബിദ്, സ്കൂൾ മാനേജർ KM അബ്ദുറഹ്മാൻ, ഫൗസിയ, ജയരാജൻ കൊട്ടാരം, ഷീബ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിളയൂർ കരിങ്ങനാട് ALP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിളയൂർ കരിങ്കനാട് കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന ഒരു സംവിധാനം അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശം, കൊഴിഞ്ഞിപ്പറമ്പ് സ്കൂള്, കൊഴിഞ്ഞിപ്പറമ്പിലെ നമ്മുടെ PTA ആളുകള്, നാട്ടുകാര്, രക്ഷിതാക്കള് എല്ലാവരും ഇവിടുത്തെ ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം 100ാം വാർഷികം എന്ന് പറഞ്ഞാൽ 100 വർഷം ആയി നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ട്. ഒരുപാട് വിദ്യാർത്ഥികള്, ഒരുപാട് രക്ഷിതാക്കള് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇനി ഒരുപാട് ആളുകള് ഇവിടെ കടന്നു വരാനും ഒക്കെ ഉണ്ട്. ഒരുപാട് ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് ഉയർന്ന തലത്തിലുള്ള ആളുകളുണ്ട്. എന്താണെങ്കിലും അവരുടെയൊക്കെ ഒരു എന്താ പറയാ, അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് നമുക്കിതൊക്കെ നേടാനും അതുപോലെ തന്നെ നിലനിർത്താനും വേണ്ടി കഴിയുന്നത്. എന്താണെങ്കിലും എനിക്ക് ആശംസിക്കാനുള്ളത് രോഗം ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം രോഗം നമുക്കൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ജീവിതശൈലികള്, നമ്മുടെ ഭക്ഷണക്രമങ്ങള് എല്ലാം ഒന്നിനൊന്ന് ഓരോ ദിവസം ചെല്ലുന്ന തോറും വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ്. വ്യായാമം ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, തൊട്ടടുത്ത് ഇപ്പൊ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം നീലടി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗവും സ്വാഗതം ചെയർമാനുമായ കമ്മുക്കുട്ടി അടത്തോൾ, കൺവീനർ KV ഗംഗാധരൻ, റഹ്മാൻ സങ്കേതത്തിൽ, അഡ്വക്കേറ്റ് രൺധീർ, സ്കൂൾ പ്രധാനാധ്യാപകൻ MP സതീഷ്, കോർഡിനേറ്റർ MP ഷാഹുൽ അമീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിലുണ്ടായിരുന്നു. പെരിങ്ങോട്ട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിറപുത്തരി നടത്തി. ക്ഷേത്രം മേൽശാന്തി മംഗലത്തുമന ഹരികൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ തെക്കേ പയങ്കലോടത്ത് ഉണ്ണികൃഷ്ണൻ നായർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുമത്തിൽ സേതുമാധവൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾക്ക് നിറകതിർ പ്രസാദമായി നൽകി. പട്ടാമ്പി കീഴായൂർ അക്ഷരാശ്രമത്തിൽ ആധ്യാത്മ രാമായണ പാരായണ യജ്ഞം നടന്നു. നിരവധി പേർ പങ്കെടുത്തു. കീഴായൂർ അക്ഷരാശ്രമത്തിലാണ് ആധ്യാത്മ രാമായണ പാരായണ യജ്ഞം സംഘടിപ്പിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ PR നാഥൻ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാമായണ സന്ദേശങ്ങൾക്ക് അനുദിനം പ്രസക്തിയേറി വരികയാണെന്ന് സാഹിത്യകാരൻ PR നാഥൻ പറഞ്ഞു. നിരവധി പേർ യജ്ഞത്തിൽ പങ്കെടുത്തു.
ഏത് രാമായണത്തെ കാര്യം എടുത്താലും നമ്മുടെ കാര്യം ഈ സ്വയംവരത്തിന് വേറെ വലിയൊരു കാര്യം, നമ്മുടെ മസ്തിഷ്കത്തിന് 2 ഭാഗമുണ്ട്. ഇടത് ഭാഗം മസ്തിഷ്കം, വലതു ഭാഗം. ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കണം. അതിന്റെ പേരാണ് കാവടി. ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇടത് മസ്തിഷ്കത്തിലാണ് യുക്തിചിന്ത. ഇടത് മസ്തിഷ്കത്തിലാണ് യുക്തിചിന്ത, സമ്പത്ത്, ഇന്നിപ്പോ എവിടേക്ക് പോകണം, ഇതിന് ശേഷം ഇത് വേണം, ഇതിങ്ങനെ അക്ഷരാർത്ഥമാണ്, ഇന്ന ആളുകളാണ്. എന്റെ ഇടത് മസ്തിഷ്കത്തിലാണ് യുക്തിചിന്ത. എത്ര മിനിറ്റ് സംസാരിക്കാവുന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. ഭാര്യ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു, അവൾ ചൂടാവും. ഒരു സെക്കൻഡ് വൈകിയിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം അവസ്ഥ. ഇതൊക്കെ ഇടത് മസ്തിഷ്കമാണ്. പക്ഷെ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഇവിടുന്ന് ഇടത് മസ്തിഷ്കമല്ല, വലതു മസ്തിഷ്കത്തിലാണ് കവിത്വം, ഈശ്വര ചിന്ത മുഴുവൻ വലതു മസ്തിഷ്കം. ഉദ്യോഗം രാജിവെച്ച് ഹിമാലയത്തിലേക്ക് മന്ത്രവാദം പഠിക്കാൻ പോയ ആളാണ്. വലതു മസ്തിഷ്ക പറഞ്ഞു. ആ വലതു മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം എങ്ങനെയല്ല, അതിനെ ശിവൻ വിളിച്ചു. ഇപ്പുറത്ത് പാർവതി എന്ന്. ഇതാണ് ശിവപാർവതി കല്യാണം. തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ ഹൈന്ദവ ദാർശനിക ചിന്തയും ജീവനും സംബന്ധിച്ചുള്ള പ്രഭാഷണം നടന്നു. സ്വാമി ശുദ്ധവിഗ്രഹ സ്വരൂപ തീർത്ഥപാദർ, കൊട്ടിപ്പാറ ദേശമംഗലം സ്വാമി നിഖിലാനന്ദ സരസ്വതി എന്നിവരാണ് പ്രഭാഷണം നടത്തിയത്. ശേഷം ക്ഷേത്രം പ്രസിഡന്റ് VKS അടികൾ 2 സ്വാമിജിമാരെയും ആദരിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. കാരണം അത്രത്തോളം വിഷമകരമായ ദുർഘടമായ ഒരു പാതയിലൂടെയാണ് ഇന്ന് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കപ്പെടുന്ന, ആചരിക്കപ്പെടുന്ന, ജീവിക്കപ്പെടുന്ന, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മത്തിന് ദോഷമൊന്നും വരില്ല. സനാതന ധർമ്മത്തിന് ദോഷമെന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥം നമുക്കടെ അത് ബാധിക്കുമെന്നാണ്. നമുക്ക് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നു, നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, വഴിപാടുകൾ കഴിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളും ആവലാതികളും പറയുന്നു, അതിനുവേണ്ടി യാചിക്കുന്നു. അത് കിട്ടിയെന്നോ അല്ലെങ്കിൽ കിട്ടുമെന്നോ ഉള്ള സന്തോഷത്തിലോ പ്രതീക്ഷയിലോ തിരിച്ചു പോകുന്നു. ഇതിൽ കൂടുതൽ നമുക്കിതിനകത്തൊരു പങ്കില്ലെന്ന് നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചു. നമുക്കിതിനകത്തുള്ള പങ്ക് എന്താണ്? വെറുതെ ക്ഷേത്രത്തിൽ വന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോയാൽ മാത്രം മതിയോ? വഴിപാട് കഴിച്ചാൽ മാത്രം മതിയോ? നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലേ? ഓരോ ജീവനും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവന് ചില ധർമ്മമുണ്ട്, അവന് ചില കർത്തവ്യമുണ്ട്. അതെന്തുകൊണ്ട്? ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.